ദൈവത്തിന് മഹത്വം. ഇന്ന് വൈകുന്നേരവും നമുക്ക് ദൈവസന്നിധിയിൽ ഈ നിലയിൽ കൂടി വരുവാൻ ദൈവം ഇടയാക്കിയ ദൈവത്തിൻ്റെ വലിയ കൃപയെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മൾ പാടിയതുപോലെ നമ്മുടെ കർത്താവ് നമുക്ക് തുണയുള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്ര ക്ഷേമകരമായി ഈ ഭൂമിയിൽ പരദേശ പ്രയാണം നടത്തുവാൻ അനുവദിക്കുന്നത്, സഹായിക്കുന്നത്. യഹോവ നമുക്ക് സഹായമായിരുന്നില്ലെങ്കിൽ ഇസ്രായേലിനെ കുറിച്ച് പറയുന്ന പോലെ നമ്മളും പലപ്പോഴും താളടിയായി പോകുമായിരുന്നു. ഓരോ ദിവസവും നമ്മളെ നിലനിർത്തുന്നത് ദൈവത്തിൻ്റെ കരുണയാണ്, ദൈവത്തിൻ്റെ കൃപയാണ്. യോശുവയുടെ പുസ്തകത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ യുദ്ധമൊക്കെ കഴിഞ്ഞ് ആ 2.5 ഗോത്രം അവരുടെ ദേശത്തേക്ക് കനാൻ യോർദാൻ നദിയുടെ കിഴക്കുള്ള അവർക്ക് അവകാശമായി ലഭിച്ച ഭൂമിയിലേക്ക് മടങ്ങിപ്പോയ കാര്യവും തുടർന്നുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ ചിന്തിച്ചത്. തുടർന്ന് 23ഉം 24ഉം അധ്യായങ്ങൾ, അവസാനത്തെ 2 അധ്യായങ്ങൾ യോശുവയുടെ ഫെയർവെൽ സ്പീച്ച് അല്ലെങ്കിൽ വിടവാങ്ങൽ സന്ദേശമാണ്. തൻ്റെ ദൗത്യം അവസാനിച്ച് ഏകദേശം കുറേ വർഷം താൻ വിശ്രമിച്ച് തൻ്റെ മരണകാലം അടുത്തു എന്ന് മനസ്സിലായിട്ടായിരിക്കണം താൻ ഇസ്രായേൽ മക്കളെ വിളിച്ച്, പ്രത്യേകിച്ച് ആദ്യത്തെ അധ്യായത്തിൽ അവരുടെ മൂപ്പന്മാരെയും പ്രധാനികളെയും എല്ലാവരെയും വിളിച്ച് സംസാരിക്കുന്നു. 24-ാം അധ്യായത്തിൽ ശേഖേമിൽ അവരെ എല്ലാവരെയും, ഇസ്രായേൽ മക്കളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അവരോട് താൻ ആദ്യ സന്ദേശം നൽകുന്ന അധ്യായങ്ങളാണ് 23ഉം 24ഉം അധ്യായങ്ങൾ. വളരെ പ്രാധാന്യമറിയിക്കുന്നതെന്ന് പറഞ്ഞാൽ യോശുവയുടെ ഹൃദയത്തിലെ വലിയ ഭാരം, കൺസേൺ, അവരെക്കുറിച്ചുള്ള ആകുലത തൻ്റെ ദൂതുകളിൽ, തൻ്റെ ആ സന്ദേശത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. 23-ാം അധ്യായം 16 വാക്യങ്ങളേ ഉള്ളൂ. നമുക്ക് പെട്ടെന്നൊന്ന് വായിക്കാം. നിങ്ങളുടെയൊക്കെ എല്ലാവർക്കും അത് പെട്ടെന്ന് ഓർമ്മ വരാനായിട്ട് കഴിയും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഭാഗങ്ങളൊന്ന് ചുരുക്കമായിട്ട് പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 24-ാം അധ്യായം ഇന്ന് തീർക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അടുത്ത ആഴ്ച യോശുവ എന്ന വ്യക്തിയെക്കുറിച്ചും കൂടി പറഞ്ഞ് യോശുവയുടെ പുസ്തകം അവസാനിപ്പിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 23-ാം അധ്യായം നമുക്ക് വായിക്കാം. യഹോവ ചുറ്റുമുള്ള സർവ്വശത്രുക്കളെയും അടക്കി ഇസ്രായേലിന് സ്വസ്ഥത നൽകി. ഏറെ കാലം കഴിഞ്ഞ് യോശുവ വയസ്സ് ചെന്ന് വൃദ്ധനായ ശേഷം യോശുവ എല്ലാ ഇസ്രായേലിനെയും അവരുടെ മൂപ്പന്മാരെയും പ്രധാനികളെയും ന്യായാധിപന്മാരെയും പ്രമാണികളെയും വിളിച്ച് അവരോട് പറഞ്ഞതെന്തെന്നാൽ, ഞാൻ വയസ്സ് ചെന്ന് വൃദ്ധനായിരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ നിമിത്തം ഈ സകല ജാതികളോടും ചെയ്തതൊക്കെയും നിങ്ങൾ കണ്ടിരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെയല്ലോ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തത്. ഇതാ, യോർദാൻ മുതൽ പടിഞ്ഞാറോട്ട് മഹാസമുദ്രം വരെ ശേഷിപ്പുള്ള ജാതികളുടെയും ഞാൻ സംഹരിച്ചു കളഞ്ഞിട്ടുള്ള സകല ജാതികളുടെയും ദേശം നിങ്ങളുടെ ഗോത്രങ്ങൾക്ക് അവകാശമായി നറുക്കിട്ട് വിഭാഗിച്ചു തന്നിരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഓടിച്ച് നിങ്ങളുടെ ദൃഷ്ടിയിൽ നിന്ന് നീക്കിക്കളയും. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതുപോലെ നിങ്ങൾ അവരുടെ ദേശം കൈവശമാക്കുകയും ചെയ്യും. ആകയാൽ മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടപ്പാനും അതിൽ നിന്ന് വലത്തോട്ടെങ്കിലും ഇടത്തോട്ടെങ്കിലും മാറാതിരിക്കാനും ഏറ്റവും ഉറപ്പുള്ളവരായിരിക്കും. നിങ്ങളുടെ ഇടയിൽ ശേഷിച്ചിരിക്കുന്ന ഈ ജാതികളോട് നിങ്ങൾ ഇടകലരരുത്. അവരുടെ ദേവന്മാരുടെ നാമം ജപിക്കുകയും അത് ചൊല്ലി സത്യം ചെയ്യുകയും അരുത്. അവയെ സേവിക്കുകയും നമസ്കരിക്കുകയും അരുത്. നിങ്ങൾ ഇന്ന് വരെ ചെയ്തതുപോലെ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പറ്റിച്ചേർന്നിരിപ്പിൻ. യഹോവ നിങ്ങളുടെ മുമ്പിൽ നിന്ന് വലിപ്പവും ബലവുമുള്ള ജാതികളെ നീക്കിക്കളഞ്ഞു. ഒരു മനുഷ്യനും ഇന്ന് വരെ നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതുപോലെ താൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തതുകൊണ്ട് നിങ്ങളിൽ ഒരുത്തൻ 1000 പേരെ ഒടിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ദൈവമായ യഹോവയെ സ്നേഹിപ്പാൻ പൂർണ്ണ മനസ്സോടെ ഏറ്റവും ജാഗ്രതയായിരിക്കും. അല്ലാതെ നിങ്ങൾ വല്ല പ്രകാരവും പിന്തിരിഞ്ഞ് നിങ്ങളുടെ ഇടയിലുള്ള ഈ ശേഷം ജാതികളോട് ചേർന്ന് വിവാഹ സംബന്ധം ചെയ്യുകയും അവർ നിങ്ങളോടും ഇടകലരുകയും ചെയ്താൽ നിങ്ങളുടെ ദൈവമായ യഹോവ മേലാൽ ഈ ജാതികളെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കി കളകയില്ലെന്നും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ നല്ല ദേശത്ത് നിന്ന് നിങ്ങൾ നശിച്ചു പോകും വരെ അവർ നിങ്ങൾക്ക് കൊടുക്കും കെണിയും വിലാപ്പുറത്ത് ചവിട്ടിയും കണ്ണിൽ മുള്ളും ആയിരിക്കുമെന്നും അറിഞ്ഞുകൊള്ളും. ഇതാ, ഞാൻ ഇന്ന് സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെക്കുറിച്ച് അരുളി ചെയ്തിട്ടുള്ള സകല നന്മകളിലും വെച്ച്
ഒന്നിനും വീഴ്ച വന്നിട്ടില്ലെന്ന് നിങ്ങൾക്ക് പൂർണ്ണ ഹൃദയത്തിലും പൂർണ്ണ മനസ്സിലും ബോധ്യമായിരിക്കുന്നു. സകലവും നിങ്ങൾക്ക് സംഭവിച്ചു, ഒന്നിനും വീഴ്ച വന്നിട്ടില്ല. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് അരുളി ചെയ്തിട്ടുള്ള എല്ലാ നന്മകളും നിങ്ങൾക്ക് സംഭവിച്ചതുപോലെ തന്നെ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ നല്ല ദേശത്ത് നിന്ന് നിങ്ങളെ നശിപ്പിക്കും വരെ യഹോവ എല്ലാ തിന്മകളും നിങ്ങളുടെ മേൽ വരുത്തും. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള അവൻ്റെ നിയമം നിങ്ങൾ ലംഘിക്കുകയും ചെന്ന് അന്യ ദൈവങ്ങളെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്താൽ യഹോവയുടെ കോപം നിങ്ങളുടെ നേരെ ജ്വലിക്കും. അവൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ നല്ല ദേശത്ത് നിന്ന് നിങ്ങൾ വേഗം നശിച്ചു പോവുകയും ചെയ്യും. താങ്ക് യു. ദൈവം ഈ വചനം നമുക്ക് അനുഗ്രഹിച്ച് നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞ പോലെ ഈ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്തേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. യോശുവയുടെ ഈ അന്ത്യ സന്ദേശത്തിൽ തൻ്റെ ഒരു നമ്മൾ ആ മുഴുവൻ വായിക്കുമ്പോൾ തന്നെ തൻ്റെ ഭാരവും ഒരു വിഷാദ ഛായയും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ സന്ദേശത്തിൽ തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിപ്പാൻ ദൈവകൽപ്പനയോടുള്ള അനുസരണം ആവശ്യമാണെന്ന് ഒരിക്കൽ കൂടെ യോശുവ ജനത്തെ ഓർപ്പിക്കുകയാണ്. അതില്ലായില്ലെങ്കിൽ വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്നും അവർ അനുസരണക്കേട് കാണിച്ചാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള കാര്യവും അവർക്ക് വലിയ താക്കീതായിട്ട് മുന്നറിയിപ്പായിട്ട് കൊടുക്കുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത്. കനാൻ ആക്രമണവും ദേശവിഭജനവും കഴിഞ്ഞ് തൻ്റെ അവകാശദാശമായ ആ തിമ്നത്ത് സേരയിൽ വിശ്രമിക്കുകയായിരുന്നു. വാസ്തവത്തിൽ ഈ സംഭവം നടക്കുമ്പോൾ ഏകദേശം ഈ യുദ്ധമൊക്കെ കഴിഞ്ഞ് ഏകദേശം 20 വർഷത്തോളം ആയിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തൻ്റെ ഭരണകാലം അടുത്തു എന്നറിഞ്ഞ യോശുവ, ഞാൻ പറഞ്ഞ പോലെ എല്ലാ ഇസ്രായേലിനെയും സ്വന്തം നിവാസ സ്ഥാനമായ ഒന്നെങ്കിൽ തൻ്റെ സ്ഥലമത്ത് തന്നെ സപ്തനേരഹിൽ വെച്ച് തന്നെ വിളിച്ചിരിക്കാം, അല്ലെങ്കിൽ ശീലോവിൽ വിശുദ്ധ മന്ദിരമായ ശീലോവിലായിരിക്കാം ഈ സമ്മേളനം നടന്നത് എന്ന് ചിന്തിക്കുന്നു. എല്ലാ ഇസ്രായേലും അവിടെ കൂടി എന്ന് പറഞ്ഞാൽ അവരുടെ നേതാക്കന്മാർ, മൂപ്പന്മാർ, പ്രധാനികൾ, ന്യായാധിപന്മാർ, പ്രമാണികൾ എല്ലാം ഉൾപ്പെട്ടതായിരുന്നു ഈ വലിയ കൂടിവരുവാൻ. അതിൽ പലരും കാണാം. ആ യുദ്ധത്തിൽ പങ്കെടുത്ത അനേകര്, കാലേബ്, മഹാപുരോഹിതനായ എലയാസർ, കനാൻ ദേശത്തിൻ്റെ ആക്രമണത്തിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരെയും യോദ്ധാക്കളെയും എല്ലാം ആ സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചിരുന്നു. അവരുടെ നായകൻ്റെ, അവരുടെ സേനാധിപതിയായ യോശുവയുടെ അന്ത്യമൊഴികൾ കേൾക്കാൻ വളരെ ആവേശത്തോടെയാണ്, അല്ലെങ്കിൽ വളരെ ആഗ്രഹത്തോടു കൂടിയാണ് അവർ വന്നിരിക്കുന്നത്. അത് കേൾപ്പാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ആ പ്രഭാഷണം നമ്മൾ ശ്രദ്ധിച്ചാൽ അതിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് തന്നെ ഇസ്രായേലിനോടുള്ള ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വിശ്വസ്തതയാണ്. നമുക്കത് പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ സന്ദേശം അദ്ദേഹം 3 പ്രാവശ്യം എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഈ ഭാഗങ്ങളിൽ നമുക്ക് പറയുമ്പോൾ ദൈവത്തോട് ഇവർക്കുണ്ടാകേണ്ട പരമാർത്ഥതയും യഹോവയ്ക്ക് അവരോടുണ്ടായിരുന്ന വിശ്വസ്തതയുമാണ് യോശുവ എടുത്ത് പറയുന്നത്. 22:3 മുതൽ 23:3 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലും, അതുപോലെ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലും, അതുപോലെ അവസാന ഭാഗം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലും ഈ ഭാഗം എടുത്ത് താൻ പറയുന്നുണ്ട്. ഇത് ആവർത്തിച്ച് പറയുന്നതിൻ്റെ കാരണം ഇസ്രായേൽ മക്കൾ ഈ സന്ദേശം കേട്ടനുസരിക്കുമോ എന്ന് തനിക്ക് വലിയ ഭാരമുണ്ട്. ആ വലിയ കൺസേണിൽ നിന്നാണ് താനിത് അടുപ്പിച്ച് വീണ്ടും ആവർത്തിച്ച് അവരെ ഓർപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ യോശുവ വെളിപ്പെടുത്തി. യോശുവ വയസ്സ് എന്ന് വൃദ്ധനായി കഴിഞ്ഞു. അതാണ് നാം ആദ്യ ഭാഗങ്ങൾ വായിച്ചത്. 14-ാം വാക്യത്തിൽ താൻ പറയുന്നുണ്ട്, സകല ഭൂവാസികളുടെയും വഴിയായി താൻ പോകാൻ ഒരുങ്ങുകയാണ്. ആ ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. 14-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. ഈ അവസ്ഥയിൽ യോശുവയുടെ ചിന്താകുലം തന്നെക്കുറിച്ചല്ല, തൻ്റെ ജനത്തിൻ്റെ അവസ്ഥയും അവർക്ക് ദൈവത്തോടുള്ള ബന്ധത്തെയും കുറിച്ചാണ്. അതായിരുന്നു തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാരം. കാരണം ഈ കഴിഞ്ഞ വർഷങ്ങളൊക്കെ അവരോട് കൂടെ നടന്നപ്പോൾ അവരുടെ യഥാർത്ഥ സ്വഭാവം അവർക്ക് യോശുവയ്ക്ക് നന്നായിട്ട് അറിയാം. താൻ മരിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി യഹോവയെ സ്നേഹിക്കുവാനും അവൻ്റെ കൽപ്പനകളെ അനുസരിക്കുവാനും ജനത്തെ ആഹ്വാനം ചെയ്യുകയാണ് ഈ സന്ദേശത്തിൽ കൂടെ. ഇസ്രായേൽ മക്കൾക്ക് ശത്രുക്കളെ ജയിക്കുവാൻ കഴിഞ്ഞത് യഹോവ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടാണെന്ന് താൻ എടുത്തു പറയുന്നുണ്ട്. യുദ്ധം യോശുവയുടെ ആയിരുന്നില്ല, അത് യോശുവയ്ക്കും അറിയാം. യോശുവ ക്യാപ്റ്റനായിരുന്നുള്ളത് ശരിയാണ്, നേതാവായിരുന്നു, യഹോവയുടെ ആജ്ഞകൾ അനുസരിച്ച ഒരു വ്യക്താവെന്നുള്ള നിലയിൽ. യഹോവ തന്നെയായിരുന്നു അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തത്. സങ്കീർത്തനത്തിൽ നാം അത് വായിക്കുന്നുണ്ടല്ലോ, നമുക്ക് ഓർമ്മയുണ്ടല്ലോ ആ വാക്യം. സങ്കീർത്തനം 44:3
നമ്മളെപ്പോഴും ഉദ്ധരിക്കുന്ന ഒരു വാക്യമാണ് 44-ന്റെ 3-ാം വാക്യം. തങ്ങളുടെ വാളുകൊണ്ടല്ല അവർ ദേശത്തെ കൈവശമാക്കിയത്, അതെ, സ്വന്തം ഭുജം കൊണ്ടല്ല അവർ ജയം നേടിയത്. നിന്റെ വലം കൈയും നിന്റെ ഭുജവും നിന്റെ മുഖപ്രകാശവും കൊണ്ടത്രേ നിനക്ക് അവരോട് പ്രീതി ഉണ്ടായിരുന്നുവല്ലോ. അത് ദൈവത്തിൻ്റെ വലിയൊരു വാഗ്ദത്തമായിരുന്നു. ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു. കാരണം ദൈവത്തിൻ്റെ പ്രീതി അത്രമാത്രം ദൈവം അവരെ സ്നേഹിച്ച് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യായിരുന്നു. അവരുടെ ശത്രുക്കളെ എല്ലാം കീഴടക്കി കൊടുത്തത് യഹോവ തന്നെയായിരുന്നു എന്ന് യോശുവ അവരെ വീണ്ടും ഓർപ്പിക്കുകയാണ്. യഹോവ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയും യോർദാൻ നദി മുതൽ പടിഞ്ഞാറ് മഹാസമുദ്രം വരെയുള്ള ജാതികളുടെ ദേശം ഗോത്രങ്ങൾക്ക് അവകാശമായി വിഭജിച്ച് നൽകുകയും ചെയ്തു. ദേശത്ത് ശേഷിക്കുന്ന ജാതികളെ ഇനിയുണ്ട്, അവർ മുഴുവൻ നീക്കിക്കളഞ്ഞിട്ടില്ല. അതും യഹോവ നീക്കിക്കളയുമെന്നാണ് യോശുവ അവരോട് പറയുന്നത്. നിങ്ങളുടെ ഭാഗം നിങ്ങൾ ചെയ്താൽ യഹോവ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും, ആ ശത്രുക്കളെ നീക്കിക്കെടുക്കും എന്ന് വളരെ വ്യക്തമായിട്ട് താൻ പറയുകയാണ്. നമ്മൾ ഈ അധ്യായം വായിക്കുമ്പോൾ പല പ്രയോഗങ്ങൾ ആവർത്തിച്ച് വരുന്നതായിട്ട് കാണാം. ഈ അധ്യായം തന്നെ ആരംഭിക്കുന്നത് നിങ്ങളുടെ ദൈവമായ യഹോവയെ പറ്റി പറഞ്ഞാണ്. നിങ്ങളുടെ ദൈവമായ യഹോവ, ദ ലോർഡ് യുവർ ഗോഡ്, ആ വാക്ക് തന്നെ ഏകദേശം 13 സ്ഥാനങ്ങളിൽ ഈ അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. കാരണം നിങ്ങളുടെ ദൈവമായ യഹോവയായിരുന്നു നിങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തത് എന്നുള്ള ബോധ്യം അവരുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ പതിക്കുക എന്നുള്ളതായിരുന്നു യോശുവയുടെ ഉദ്ദേശം. തുടർന്ന് 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽ മക്കൾക്ക് തങ്ങളുടെ ചുമതലയെക്കുറിച്ചുള്ള ബോധം വരുത്തുന്നതിന് യോർദാൻ കടക്കുന്നതിന് തൊട്ടു മുമ്പ് യഹോവ യോശുവയ്ക്ക് നൽകിയ ഉപദേശം. 1-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. നമ്മൾ 1-ാം അധ്യായം പഠിച്ചപ്പോൾ ആ കാര്യം വളരെ വ്യക്തമായിട്ട് പഠിച്ചതാണ്. യോശുവയ്ക്ക് യഹോവ നൽകിയ ആ എൻകറേജ്മെൻ്റ്, ആ ഉറപ്പ്, അത് ഇപ്പോൾ യോശുവ ഇസ്രായേൽ ജനത്തിനും പകർന്നു കൊടുക്കുകയാണ്. യോശുവ ഇസ്രായേൽ മക്കൾക്ക് അത് നൽകി. ന്യായപ്രമാണത്തിൽ നിന്ന് ഇടത്തോട്ടെങ്കിലും വലത്തോട്ടെങ്കിലും മാറാതിരിക്കാനുള്ള ഉറപ്പ് ജനത്തിനുണ്ടായിരിക്കണം. അതായിരുന്നു ഏറ്റവും പ്രധാന ആവശ്യം. ദൈവത്തിൻ്റെ വചനം തെറ്റ് നിങ്ങൾ ഇടത്തോട്ടെങ്കിലും വലത്തോട്ടെങ്കിലും മാറരുത്. കനാൻ ജയത്തിന് കാരണമായി തീർന്നതിൻ്റെ കാരണവും അത് തന്നെയായിരുന്നു. അത് വളരെ വ്യക്തമായിട്ട് യോശുവ അവരെ ഓർപ്പിക്കുന്നുണ്ട്. അവരുടെ അനുസരണവും അവരുടെ ധൈര്യവുമായിരുന്നു, അല്ലെങ്കിൽ ദൈവത്തിലുണ്ടായിരുന്ന അവരുടെ ആ കോൺഫിഡൻസ്, ആ ഉറപ്പ്, അതായിരുന്നു അവർക്ക് വിജയം വരിക്കാനുണ്ടായിരുന്നത്. ദൈവത്തിൻ്റെ കൽപ്പനകൾ നാം അനുസരിക്കുന്നതല്ലാതെ ദൈവത്തിന് ഇഷ്ടമുള്ള വേറൊരു കാര്യമില്ല. ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. അനുസരിക്കുന്നത് യാഗത്തെക്കാൾ അത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതത്തിലും അത് വളരെ പ്രാധാന്യമാണ്. നമ്മുടെ ജീവിതത്തിലും കർത്താവിൻ്റെ വചനം അനുസരിച്ചാലല്ലാതെ ദൈവത്തിനും നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് കഴിയില്ല. ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ വിട്ട് എന്ന് ദൈവത്തിൻ്റെ ജനം പോയോ അതൊക്കെയും അവരുടെ ശാപത്തിന് അല്ലെങ്കിൽ അവരുടെ പരാജയത്തിന് കാരണമായി തീർന്നിട്ടുള്ളൂ എന്ന് നമുക്കറിയാം. തങ്ങൾക്ക് ചുറ്റുമുള്ള ജാതികളോട് ഇസ്രായേലർ അനുരൂപപ്പെടാനുള്ള സാഹചര്യമുണ്ട്. അവരുടെ ജാതികളെ, അവിടുത്തെ ജാതികളെ അവർ പൂർണ്ണമായും നിശേഷം നശിപ്പിച്ചിട്ടില്ല. അതൊക്കെ നമ്മൾ ഇതിനു മുമ്പുള്ള അധ്യായങ്ങളിൽ പഠിച്ചപ്പോൾ കണ്ടതാണ്. അതുകൊണ്ട് ജാതികളോട് ഇടകലരുകയോ അവരുടെ ദേവന്മാരെ ആരാധിക്കുകയോ ചെയ്യരുതെന്ന് പ്രത്യേകമായി യോശുവ അവർക്ക് താക്കീത് നൽകുകയാണ്. ജാതികളെ ദേവന്മാരെ സംബന്ധിച്ച് 4 വിലക്കുകളാണ് അവിടെ യോശുവ പറയുന്നത്. ഒന്നാമത്, അന്യദേവന്മാരുടെ നാമം ജപിക്കരുത്. രണ്ടാമത്, അവരുടെ നാമം ചൊല്ലി സത്യം ചെയ്യരുത്. മൂന്നാമത്, അവരെ സേവിക്കരുത്. നാലാമത്, അവയെ നമസ്കരിക്കരുത്, അതിൻ്റെ മുമ്പാകെ നമിക്കരുത്. ഇന്ന് വരെ ചെയ്തു വന്നതുപോലെ ഇസ്രായേൽ മക്കൾ ഇനിയും തങ്ങളുടെ ദൈവമായ യഹോവയോട് പറ്റിച്ചേർന്നിരിക്കണം. അത് ഏറ്റവും അത്യാവശ്യമാണ്. ദൈവത്തോട് നാം എത്രമാത്രം പറ്റിച്ചേർന്നിരിക്കുന്നുവോ അതനുസരിച്ച് മാത്രമേ അവർക്ക് വിജയം ലഭിക്കുകയുള്ളൂ. 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ കഴിഞ്ഞ കാലത്ത് യഹോവ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ചെയ്ത അവൻ്റെ വിശ്വസ്തത യോശുവ ആവർത്തിച്ച് അവരെ ഓർപ്പിക്കുകയാണ്. അത് നമുക്ക് കാണാനായിട്ട് കഴിയും. 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. യഹോവ തന്നെ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു. അതുകൊണ്ട് ഒരുവന് ശത്രുക്കളിൽ 1000 പേരെ ഓടിക്കുവാൻ കഴിഞ്ഞു. അത് നമ്മളവിടെ വായിക്കുന്നുണ്ട്. വലിപ്പവും ബലവുമുള്ള ജാതികളെ യഹോവ ഇസ്രായേലിയരുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ശേഷിച്ച ജാതികളെ യഹോവ ഇനിയും നീക്കിക്കളയും. അത് താൻ അവരോട് പ്രത്യേകമായിട്ട് പറയുകയാണ്. ആ ദൈവം അതിന് സന്നദ്ധനാണ്, ഉറപ്പുള്ളതാണ്. ദുഷ്ടജാതികളുടെ ഇടയിൽ
ദൈവത്തെ പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കുവാൻ പ്രത്യേക ജാഗ്രത അവർക്ക് ആവശ്യമാണ്. അതാണ് യോശുവ പ്രത്യേകമായി അവരെ ഓർപ്പിക്കുന്ന കാര്യം. കാരണം ജാതികളോട് വിവാഹബന്ധമോ അവരുമായിട്ട് ഒരു വിധത്തിലും ഇടകലരുകയോ ചെയ്യരുത്. അത് അവരെ വലിയ പടുകുഴിയിലേക്ക് നയിക്കുകയുള്ളൂ. കാരണം അവരുടെ വിഗ്രഹങ്ങളെ, അവരുടെ തെറ്റായ ആരാധനയിലേക്ക് അവരെ നയിക്കുമെന്ന് യോശുവയ്ക്കറിയാം. ജാതികളോട് ഇടകലരുന്നതിൻ്റെ ദോഷഫലങ്ങൾ യോശുവ വ്യക്തമാക്കുന്നുണ്ട് ആ ഭാഗത്ത്. ഒന്നാമത്, യഹോവ ജാതികളെ ഇസ്രായേലിൻ്റെ മുമ്പിൽ നിന്ന് പിന്നെ നീക്കിക്കളയുകയില്ല. നിങ്ങൾ അവരോട് ഇടകലർന്നാൽ, അവരുമായിട്ട് വിവാഹബന്ധം ചേർന്ന് കഴിഞ്ഞാൽ, അവരുടെ ദൈവങ്ങളെ ആരാധിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ആ ജാതികളെ അവരുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയാൻ തന്നെ യഹോവ സമ്മതിക്കില്ല. രണ്ടാമതായി, ജാതികൾ അവർക്കൊരു കുടുക്കും കെണിയും വിലാപ്പുറത്ത് ചമ്മട്ടിയും കണ്ണിൽ മുള്ളും ആയിരിക്കുമെന്ന് യോശുവ അവരെ ഓർപ്പിച്ചു. അതും വലിയ എന്താ പറയുക, അവർക്ക് വരാൻ പോകുന്ന വലിയ ഫലങ്ങളാണ്, അല്ലെങ്കിൽ ദൈവം അവർക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് എന്നുള്ള കാര്യവും യോശുവ അവരെ ഓർപ്പിക്കുകയാണ്. മൂന്നാമതായി, ഇസ്രായേൽ തങ്ങളുടെ നല്ല ദേശത്ത് നിന്ന് നശിച്ചു പോകും. അതും താൻ അവരെ ഓർപ്പിച്ചു. നിങ്ങൾ ആ ജാതികളോട് തുടരുകയാണെങ്കിൽ, അനുസരിക്കാതെ, ദൈവത്തിൻ്റെ പ്രമാണം അനുസരിക്കാതെ നിങ്ങൾ പോയാൽ ഇസ്രായേൽ അവരുടെ ദേശത്ത് നിന്ന് തന്നെ ദൈവം അവരെ പറിച്ചു മാറ്റും. അവർക്ക് പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും എന്നുള്ള വലിയ താക്കീത്, വലിയ മുന്നറിയിപ്പ് യോശുവയോടെ കൊടുക്കുകയാണ്. 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ തൻ്റെ സംഭാഷണം തുടരുമ്പോൾ യോശുവ തൻ്റെ സ്ഥിതി വ്യക്തമാക്കുകയാണ്. 14-ാം വാക്യത്തിൽ നമുക്ക് വളരെ പ്രസിദ്ധമായ തൻ്റെ പ്രസ്താവന നമുക്ക് കാണാനായിട്ട് കഴിയും. ഇതാ, ഞാൻ സകല ഭൂവാസികളുടെ വഴിയായി പോകുന്നു. ഈ പ്രസ്താവന നമുക്ക് ബൈബിളിൽ വേറെ ഒരു വ്യക്തി മാത്രമേ എടുത്തു പറഞ്ഞിട്ടുള്ളൂ. ആരാണെന്നറിയാമോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇതേ പദപ്രയോഗം തന്നെ താൻ്റെ മരണത്തോട് അടുത്തപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി. 1 രാജാക്കന്മാർ 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം നമുക്ക് വായിക്കാം. 1 രാജാക്കന്മാർ 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വായിച്ചാൽ അതിൻ്റെ പശ്ചാത്തലം നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. ദാവീദിന് മരണകാലം അടുത്തു വന്നപ്പോൾ അവൻ തന്റെ മകനായ ശലോമോനോട് കൽപ്പിച്ചതെന്തെന്നാൽ, ഞാൻ സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു. നീ ധൈര്യം കൊണ്ട് പുരുഷനായിരിക്കുക. അത് മതി. ഞാൻ തുടർന്ന് പിന്നെ ശലോമോന് തൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയാണ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ താൻ ഏൽപ്പിക്കുന്ന ദാവീദ് രാജാവിനെയാണ് നാം അവിടെ കാണുന്നത്. ദാവീദും ഇതേ പദപ്രയോഗം തന്നെയാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അത് വായിക്കുമ്പോൾ നമുക്ക് യോശുവയോടുള്ള ബന്ധത്തിൽ ഒരു രാജസ്പർശനം, അല്ലെങ്കിൽ രാജാവിൻ്റെ രീതിയിലാണ് താൻ ആ പദപ്രയോഗങ്ങൾ നടത്തുന്നത് എന്ന് നമുക്ക് തോന്നും. ഇത് യോശുവയ്ക്ക് വലിയൊരു പദവിയായിട്ട്, അല്ലെങ്കിൽ താൻ ഉപയോഗിക്കുന്ന വാക്കുകൾ ആ നിലയിലാണ്. ഭൂമിയിലുള്ള എല്ലാവർക്കും പോകേണ്ട വഴി മരണമാണ്. അതാണ് താൻ പറയാൻ ഉദ്ദേശിച്ചത്. തൻ്റെ വാക്കുകൾ ശ്രദ്ധാപൂർവം സ്വീകരിക്കണമെന്ന അപേക്ഷ ഈ പ്രസ്താവനയ്ക്ക് പിന്നിലുണ്ട്. നമുക്കറിയാം, ഒരു നേതാവിൻ്റെ അവസാനത്തെ വാക്കുകൾ എന്തുമാത്രം വളരെ സീരിയസോടുകൂടി, എത്രയും ഗൗരവത്തോടു കൂടിയായിരിക്കും അണികൾ ഏറ്റെടുക്കുക, അല്ലെങ്കിൽ ജനങ്ങൾ ഏറ്റെടുക്കുക എന്ന് നമുക്കറിയാം. ആ വലിയ പ്രതീക്ഷയോടും ആ വലിയ ഭാരത്തോടും കൂടെ തന്നെയാണ് ഇസ്രായേൽ മക്കൾ യോശുവയുടെ അവസാനത്തെ വാക്കുകൾ ശ്രദ്ധിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇസ്രായേൽ മക്കൾക്കെക്കുറിച്ച് യഹോവയ്ക്ക് ഉണ്ടായിരുന്ന പ്രതീക്ഷ എന്താണെന്നും, യഹോവ അരുളി ചെയ്തിട്ടുള്ള നന്മകളിൽ ഒന്നും നിവൃത്തിയാകാതിരുന്നിട്ടില്ല എന്നുള്ള സത്യം യോശുവ അവരെ ഓർപ്പിക്കുന്നുണ്ട്. ഒരു നന്മയ്ക്കും അവർക്ക് കുറവ് വന്നിട്ടില്ല. യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും വൃഥാവാകാതെ സകലവും നിവൃത്തിയായി. നമ്മളത് വായിച്ചു. യോശുവയുടെ പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 45-ാം വാക്യത്തിലും നമ്മളത് പഠിച്ചപ്പോൾ എടുത്ത് പറഞ്ഞതാണ്. താൻ ചെയ്ത വാഗ്ദത്തങ്ങളെല്ലാം അവർക്ക് നിവർത്തിച്ചു കൊടുത്തു. അവർക്ക് നന്മകൾ കൊടുത്തു എന്ന് മാത്രമല്ല, അവരുടെ ശത്രുക്കളെ എല്ലാം കീഴ്പ്പെടുത്തി കൊടുത്തു. പിന്നീട് അവർക്ക് പറയുന്ന വാക്കുകൾ, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന താക്കീത്, അനുസരണക്കേട് കൊണ്ടുണ്ടാകുന്ന ദോഷത്തെക്കുറിച്ച് യോശുവ ജനത്തിന് മുന്നറിയിപ്പ് നൽകുന്നതായിട്ട് നമുക്ക് കാണാം. ദേശത്ത് ശേഷിക്കുന്ന ജാതികളാണ് ഇസ്രായേലിന് പ്രശ്നമാകാൻ പോകുന്നതെന്നുള്ള സത്യം വളരെ എടുത്ത് യോശുവ പറയുന്നുണ്ട്. ജാതികളുമായി ഇണയില്ലാപ്പിണ കൂടി യഹോവയുടെ നിയമം ലംഘിച്ച് അന്യദൈവങ്ങളെ സേവിച്ച് നമസ്കരിക്കുമെങ്കിൽ യഹോവയുടെ കോപം ഇസ്രായേലർക്ക് മേൽ ജ്വലിക്കുകയും യഹോവ അവർക്ക് നൽകിയിട്ടുള്ള നല്ല ദേശത്ത് നിന്ന് അവർ വേഗം നശിച്ചു പോവുകയും ചെയ്യും. ഈ സന്ദേശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അതായിരുന്നു.
ഈ ഭാഗം പഠിക്കുമ്പോൾ കനാനെ കുറിച്ച് നല്ല ദേശമെന്ന് 3 പ്രാവശ്യം എടുത്തു പറയുന്നതായിട്ട് നമുക്ക് കാണാം. 13-ാം വാക്യത്തിൽ, 15-ാം വാക്യത്തിൽ, 16-ാം വാക്യത്തിൽ. മോശയ്ക്ക് മുൾപ്പടർപ്പിൽ യഹോവ പ്രത്യക്ഷനായപ്പോൾ താൻ ഇസ്രായേലിനെ കൊണ്ടുപോകുന്നത് ആ നല്ല ദേശത്തേക്കാണെന്ന് മോശയോട് ദൈവം അരുളി ചെയ്യുന്നുണ്ട്. അവിടെയും അതേ പദപ്രയോഗം നമുക്ക് കാണാനായിട്ട് കഴിയും. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. അവനെ മിസ്രയീമിന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, കനാന്യർ, ഹിത്യർ, അമോര്യർ, ഫെരിസ്യർ, നല്ലതും വിശാലവുമായ ദേശത്തേക്കാണ് ഞാൻ അവരെ കൊണ്ടുപോകുന്നതെന്ന് മോശയോട് യഹോവ അരുളി ചെയ്യുന്നുണ്ട്. അവർ മരുഭൂമിയിലായിരുന്നപ്പോൾ കാദേശ് ബർന്നയിൽ നിന്ന് 12 ഒറ്റുകാരെ അയച്ചു കഴിഞ്ഞപ്പോൾ അവർ മടങ്ങി കൊടുത്ത റിപ്പോർട്ട്, യോശുവയും കാലേബും പറഞ്ഞ വാക്കുകൾ നമുക്കറിയാം. സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. അവിടെയും അതേ പ്രയോഗം നമുക്ക് കാണാനായിട്ട് കഴിയും. ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറഞ്ഞെന്തെന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ച് ഒറ്റുനോക്കിയ ദേശം എത്രയും നല്ല ദേശമാണ്. എത്രയും നല്ല ദേശമെന്ന് അവരും വന്ന് പറഞ്ഞു. കനാനെക്കുറിച്ച് അവർക്ക് ലഭിച്ച റിപ്പോർട്ട് അതായിരുന്നു. മോശ തൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിലും അതേ പദപ്രയോഗം എടുത്തു പറയുന്നുണ്ട്. ആവർത്തന പുസ്തകം നാം പഠിക്കുമ്പോൾ യോശുവ പറയുന്ന കനാൻ ദേശത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെയും ഇതേ പദപ്രയോഗം ഏകദേശം കുറഞ്ഞത് 10 പ്രാവശ്യമെങ്കിലും എടുത്ത് പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. നല്ല ദേശം. ഈ നല്ല ദേശത്തേക്കാണ് ദൈവം തൻ്റെ ജനത്തെ കൊണ്ടുവന്ന് നാട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ അവരെ ആക്കിയിരിക്കുന്നത്. അവർക്ക് ദേശം വിഭാഗിച്ചു കൊടുത്തു, അവർ കൈവശമാക്കി, അവർക്ക് എല്ലാ അവകാശങ്ങളും കൊടുത്തു. ദൈവം നല്ല ദേശം നൽകിയിരിക്കുമ്പോൾ അതിൽ പാർക്കുന്നവർ എന്ത് ചെയ്യണം? അവരും നല്ല ജീവിതം നയിക്കേണ്ടത് ആവശ്യമാണ്, അല്ലേ? ദൈവം നമുക്ക് നന്മകൾ തരുമ്പോൾ അതിൻ്റെ കടപ്പാടുകൾ വർദ്ധിക്കുകയാണ്. ദൈവത്തിൽ നിന്ന് നാം അനുഗ്രഹങ്ങൾ പ്രാപിക്കുമ്പോൾ, ദൈവം നമുക്ക് നല്ല ദേശങ്ങൾ തരുമ്പോൾ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും നാം കുറിക്കൊള്ളേണ്ട ഏറ്റവും വലിയ കാര്യമാണ് നാം ദൈവത്തോട് എത്രമാത്രം കടപ്പാടുള്ളവരായിരിക്കണം. ദൈവത്തോട് നല്ല ജീവിതം, അല്ലെങ്കിൽ അതേ കർത്താവിന് പ്രയോജനമുള്ളതായിട്ട്, അല്ലെങ്കിൽ കർത്താവിനെ അനുസരിക്കുന്ന ജീവിതം നയിപ്പാൻ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും വളരെ ബാധ്യതയുണ്ട്. 24-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഇസ്രായേൽ മക്കളുമായിട്ടുള്ള ആദ്യ സന്ദേശമാണ് ശേഖേമിൽ വെച്ച് അത് നടത്തുന്നത്. ശീലോവിന് വടക്ക് കിഴക്ക് കുറച്ച് അകലെയുള്ള പ്രദേശമായിരുന്നു ശേഖേം എന്ന് നമുക്കറിയാം. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രദേശമാണ് ശേഖേം. ഉൽപ്പത്തി പുസ്തകം തൊട്ട് നാം ദൈവവചനം പഠിക്കുമ്പോൾ നമുക്കത് കാണാനായിട്ട് കഴിയും. ഇസ്രായേലിൻ്റെ സർവ്വസൈനാധിപനായിരുന്ന യോശുവ തൻ്റെ അന്തിമ സന്ദേശം നൽകിയത് ശേഖേമിൽ വെച്ചായിരുന്നു. അവിടെയാണ് ഇസ്രായേൽ ജനത്തെ മുഴുവനും താൻ വിളിച്ചു കൂട്ടിയത്. അബ്രാഹാമിൻ്റെ സന്തതി കനാൻ ദേശം അവകാശമാക്കുന്നുവെന്ന വാഗ്ദത്തം ആദ്യമായി അബ്രാഹാമിന് കൊടുത്തത് എവിടെ വെച്ചായിരുന്നു? ശേഖേമിൽ വെച്ചായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് വരുന്ന വരിക. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ. അബ്രാം ശേഖേം എന്ന സ്ഥലം വരെയും ഏലോൻ മോരെ വരെയും ദേശത്ത് കൂടി സഞ്ചരിച്ചു. അന്ന് കനാന്യർ ദേശത്ത് പാർത്തിരുന്നു. യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിത് ദൈവത്തെ ആരാധിക്കുകയാണ്. തനിക്ക് കിട്ടിയ വാഗ്ദത്തം ആദ്യമായി ദൈവം പറഞ്ഞ സ്ഥലം ശേഖമായിരുന്നു. ശേഖേമിൽ വെച്ചാണ് യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി, ഈ കനാൻ ദേശം ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും നൽകും. വലിയൊരു വാഗ്ദത്തമായിരുന്നു. എത്ര വർഷം കഴിഞ്ഞിട്ടാണ് അത് പ്രാബല്യത്തിൽ വന്നതെന്ന് നമുക്കറിയാം. യോശുവ ഇപ്പോൾ ആ ദേശത്ത് വന്ന് നിൽക്കുകയാണ്. അവിടെ നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ പഠിക്കുകയുണ്ടായി. തുടർന്ന് അബ്രാഹാമിന് ശേഷം യാക്കോബ് ശേഖേമിൽ വന്ന കാര്യം നമുക്കറിയാം. അവിടെയും അവൻ യാഗപീഠം പണിത് യഹോവയെ ആരാധിക്കുന്നുണ്ട്. 33-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായം 20-ാം വാക്യം. അവിടെ അവനൊരു യാഗപീഠം പണിത് അതിന് എലോഹെ ഇസ്രായേൽ എന്ന് പേരിട്ടു. ശേഖേമിൽ വെച്ചാണ് അവിടെ പിന്നെ താൻ സ്ഥലം അവിടെ മേടിക്കുകയാണ്. ഇതിൽ നിന്ന് ശേഖേം നിവാസികളിൽ നിന്ന് അവിടെ തനിക്കായിട്ട് തന്നെ ഒരു സ്ഥലം ഉണ്ടാക്കി താൻ അവിടെ ദൈവത്തെ ആരാധിക്കുന്നത് നമുക്ക് കാണാം. ജനം തങ്ങൾക്ക് യഹോവയോടുള്ള പ്രതിബദ്ധത സ്ഥിരീകരിച്ചത് നമുക്കറിയാം ശേഖേമിൽ വെച്ചായിരുന്നു. നമ്മൾ ആ ഭാഗം പഠിച്ചതാണ്.
ഏബാൽ പർവ്വതത്തിനും ഗരീസ്യം പർവ്വതത്തിൻ്റെയും ഇടയിലായിരുന്നു ആ സ്ഥലം എന്ന് നമുക്കറിയാം. ഈ രണ്ട് പർവ്വതങ്ങൾക്ക് മധ്യയാണ് ശേഖേം എന്ന സ്ഥലം. ഇസ്രായേലർക്ക് ശേഖേം ഒരു വിശുദ്ധ ഭൂമിയാണ്. യോശുവയുടെ രണ്ടാം പ്രഭാഷണത്തിൽ വാസ്തവത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് താൻ യഹോവയെ തന്നെയാണ്. ഏകദേശം 21 പ്രാവശ്യം യഹോവയെ പറ്റി അവിടെ പരാമർശിക്കുന്നുണ്ട്. യോശുവ ഇസ്രായേലിൻ്റെ ചരിത്രം വീണ്ടും അവലോകനം ചെയ്ത് അവരോട് സംസാരിക്കുമ്പോൾ യഹോവ തന്നെയാണ് ഈ ഭാഗത്ത് സംസാരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ ഭാഗത്ത് ആവർത്തിക്കുന്ന വേറൊരു പദമുണ്ട്. നിങ്ങൾ ആ ഭാഗം വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ വീട്ടിൽ പോയിട്ട് വീണ്ടും അത് ആവർത്തി വായിക്കുക. സെർവിങ് അല്ലെങ്കിൽ സേവിക്കുക. ഏകദേശം 15ഓളം പ്രാവശ്യം ഈ പദം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. യോശുവ ഈ സമ്മേളനം വിളിച്ചു കൂട്ടുമ്പോൾ ന്യായപ്രമാണം എഴുതിയ കല്ലുകൾ അവിടെ നിൽപ്പുണ്ട്. നമുക്കറിയാം ശേഖേമിൽ ഏബാൽ പർവ്വതത്തിൽ വെച്ച് അവരോട് ഉടമ്പടി ചെയ്ത സമയത്ത് അവിടെ ഒരു കല്ല് നാട്ടിയിട്ടുണ്ട്. അത് 8ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ വാസ്തവത്തിൽ സംസാരിക്കുന്നത് യഹോവ തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. യോശുവയല്ല. അബ്രാഹാമിനെ വിളിച്ച് വേർതിരിച്ചത് മുതൽ കനാൻ ആക്രമണം വരെയുള്ള തൻ്റെ ഉടമ്പടി, ഉടമ്പടി ജനം അവരോടുള്ള തൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നെന്നും താൻ അവിടെ വിസ്തരിച്ച് പറയുകയാണ്. അബ്രാഹാമിൻ്റെ വിളിയിലാണ് താൻ അത് ആരംഭിക്കുന്നത്. 2ാം വാക്യം മുതൽ നമുക്കത് കാണാം. തുടർന്ന് മിസ്രൈമിൽ നിന്നുള്ള വിടുതൽ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ അമോര്യ രാജാക്കന്മാരുടെ മേലുള്ള ജയം എങ്ങനെയാണ് നേടിയെന്ന് എടുത്ത് പറയുന്നു. തുടർന്ന് ബിലയാമിൻ്റെ ദുഷ്ടലക്ഷ്യങ്ങളെ ദൈവം സ്തംഭിപ്പിച്ച കാര്യം താൻ എടുത്ത് പറയുന്നുണ്ട്. യോർദാൻ നദി കടന്നതും എരിഹോവിൻ്റെ നാശവും കനാന്യ സഖ്യ സൈന്യങ്ങളുടെ പരാജയം എല്ലാം ഓരോന്നോരോന്നായി തുടർന്ന് താൻ വിവരിക്കുന്നത് നമുക്ക് ഈ ഭാഗം വായിക്കുമ്പോൾ കാണാം. അബ്രാഹാമിൻ്റെ പിതാവായ തേരഹ് നദിക്കക്കരെ പാർത്ത് വിഗ്രഹങ്ങളെ സേവിക്കുകയായിരുന്നു. ആ ചരിത്ര സത്യം അവരെ ഓർപ്പിക്കുകയാണ് ഇസ്രായേൽ ജനത്തെ. യഹോവ അബ്രാഹാമിനെ കൽദേരുടെ ഊരിൽ നിന്ന് വിളിച്ച് കനാനിലേക്ക് കൊണ്ടുവന്നു. അബ്രാഹാമിനെ ഇസാക്കിനെ ഏശാവിനെയും യാക്കോബിനെയും കൊടുത്തു. ഏശാവ് സേർ പർവ്വതം അവകാശമാക്കി. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം അത് കാണുന്നുണ്ട്. എന്നാൽ യാക്കോബും മക്കളും മിസ്രൈമിലേക്ക് പോയി. യഹോവ മോശയെയും അഹ്റോനെയും മിസ്രൈമിൽ അയച്ച് ബാധകളാൽ മിസ്രൈമിനെ ദണ്ഡിപ്പിച്ച് ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു. മിസ്രൈമർ ചെങ്കടൽ വരെ ഇസ്രായേലിനെ പിന്തുടർന്നു. നമുക്കറിയാവുന്ന ചരിത്രമെല്ലാം. യഹോവ ഇസ്രായേലിനെ ചെങ്കടൽ കടത്തുകയും മിസ്രൈമരെ ആ ചെങ്കടലിൽ തന്നെ മുക്കിക്കളയുകയും ചെയ്തു. തുടർന്ന് വളരെ കാലം അവർ മരുഭൂമിയിൽ കഴിഞ്ഞു. അനന്തരം യഹോവ യോർദാന് കിഴക്ക് അമോര്യരുടെ ദേശത്തേക്ക് അവരെ കൊണ്ടുവന്നു. സീഹോൻ, ഓഗ് എന്ന അമോര്യ രാജാക്കന്മാരെ അവരുടെ കയ്യിൽ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ അവരെ ഏൽപ്പിച്ചു കൊടുത്തു. മോവാബ്യ രാജാവായ ബാലാക്ക് ഇസ്രായേലിനെ ശപിക്കുവാൻ ബിലയാമിനെ കൊണ്ടുവന്നു. എന്നാൽ യഹോവയുടെ പ്രേരണ നിമിത്തം അവൻ ഇസ്രായേലിനെ അനുഗ്രഹിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ ബാലാക്കിൻ്റെ ആവശ്യം അല്ലെങ്കിൽ ആഗ്രഹം നടന്നില്ല. യോർദാൻ കടന്ന് എരിഹോവിലെത്തി ജനം. അവിടെയും ദൈവം ചെയ്ത പ്രവൃത്തികൾ അവരെ ഓർപ്പിച്ചു. എരിഹോ നിവാസികൾ അമോര്യർ, പെരിസ്യർ, കനാന്യർ, ഹിത്യർ, ഗിർസ്യർ, ഹെവിയർ, എബൂസ്യർ എന്നീ ജാതികളെയൊക്കെ ദൈവം കീഴടക്കി കൊടുത്ത കാര്യം അവരെ ഓർപ്പിക്കുകയാണ്. അവരോടൊക്കെ ഇസ്രായേൽ യുദ്ധം ചെയ്തു. എന്നാൽ യഹോവ അവരെ ഇസ്രായേലിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അമോര്യരുടെ 2 രാജാക്കന്മാരെ ഓടിച്ചത് യഹോവ അയച്ച കടന്നൽ മുഖാന്തരമാണെന്ന് അവിടെ വായിക്കുന്നുണ്ട്. അത് ഒരു ആലങ്കാരിക പ്രയോഗമാണ് എന്നുള്ള നിലയിലും പറയുന്നുണ്ട്. അല്ല, ശരിക്കും കടന്നലിനെ അയച്ചു തന്നെ അവരെ വിജയിപ്പിച്ചു എന്നും ചിന്തിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഭാഗത്ത് ദൈവം ഞാൻ എന്ന ആ സർവനാമത്തിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത്. യോശുവയാണ് സംസാരിക്കുന്നതെങ്കിലും യോശുവ കൂടെ യഹോവ തന്നെ പറയുകയാണ് താൻ ചെയ്ത കാര്യങ്ങൾ. ഏകദേശം 18 പ്രാവശ്യം അതേ പദപ്രയോഗം താൻ ഉപയോഗിക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ സാമർഥ്യവും ആയുധങ്ങളും കൊണ്ടല്ല അവർ ഈ വിജയം നേടിയ കാര്യം ദൈവം അവരെ ഓർപ്പിക്കുകയാണ്. അവർ കനാനിൽ ജയിച്ചതൊക്കെയും യഹോവയായ ദൈവം ഞാൻ തന്നെ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു. ദൈവത്തിൻ്റെ കൃപയും ശക്തിയും കൊണ്ടാണ്
അവർ പ്രയത്നം ചെയ്യാത്ത ദേശം അവർക്ക് അവകാശമായി കിട്ടിയത്. നമുക്കറിയാം, അവർ പണിയാത്ത പട്ടണം അവർക്ക് കിട്ടി. അവർ നടാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും അവർക്ക് അവകാശമായി ലഭിച്ചു. ഇതെല്ലാം യഹോവ അവർക്ക് നൽകിയതാണ്. ആ കാര്യം അവരെ വളരെ വ്യക്തമായി വീണ്ടും വീണ്ടും ഓർപ്പിക്കുകയാണ്. കാരണം അവർ പെട്ടെന്ന് മറന്നു പോകുന്ന, അവരുടെ ഹൃദയം എപ്പോഴും തെറ്റിപ്പോകുന്നതാണ് എന്ന് ദൈവത്തിനറിയാം, യോശുവയ്ക്കും അറിയാം. പിന്നീട് അവരെ ഉടമ്പടിയിലേക്ക് നയിക്കുന്ന ഭാഗമാണ് നാം കാണുന്നത്. ഇസ്രായേൽ മക്കളുടെ ചുമതല എന്താണെന്ന് അവരെ ഓർപ്പിച്ച് വളരെ വ്യക്തമാക്കി കൊടുക്കുകയാണ് യോശുവ. ദൈവത്തെ സേവിക്കുകയാണ് അവരുടെ ഏറ്റവും വലിയ കടപ്പാട്. അവരെ ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുകയും അവനെ തന്നെ സേവിക്കുകയും ചെയ്യണം എന്ന് പ്രത്യേകമായി അവരെ ഓർപ്പിക്കുകയാണ്. ഇസ്രായേൽ മക്കളുടെ പ്രധാന കർത്തവ്യം അതായിരുന്നു. നമ്മളോടുള്ള ബന്ധത്തിലും അത് തന്നെയാണ്. നമുക്ക് ഇത്രയും വലിയ വീണ്ടെടുപ്പ് തന്ന് നമ്മളെ രക്ഷിച്ചത് ഈ കർത്താവിനെ സേവിക്കാനാണ്. ആ സേവിക്കുക എന്നുള്ള പദത്തിൽ അടങ്ങിയിരിക്കുന്ന പദങ്ങൾ നമ്മളെപ്പോഴും അർത്ഥം എന്തൊക്കെയാണെന്ന് നാം എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. ഒന്നാമത്, യഹോവയെ ഭയപ്പെടുക, ഫിയർ യുവർ ഗോഡ്. രണ്ടാമത്, അവനെ അനുസരിക്കുക. മൂന്നാമത്, അവനെ മാത്രം ആരാധിക്കുക. ഇസ്രായേൽ മക്കളോട് നിങ്ങൾ യഹോവയെ മാത്രം സേവിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിലടങ്ങിയിരിക്കുന്ന വലിയ അർത്ഥങ്ങൾ അത് നമ്മൾ ഓരോന്നും അടിവരായിട്ട് പഠിക്കേണ്ടതാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. ഈ അർത്ഥത്തോടു കൂടെ വേണം നാം യഹോവയെ സേവിക്കേണ്ടത്, കർത്താവിനെ സേവിക്കേണ്ടത്. തുടർന്ന് 14 15 വാക്യങ്ങളിൽ ഉടമ്പടി പുതുക്കലിൻ്റെ നിർദ്ദേശങ്ങൾ താൻ അവിടെ പ്രസ്താവിക്കുന്ന നമുക്ക് കാണാനായിട്ട്. ആകയാൽ നിങ്ങൾ യഹോവയെ ഭയപ്പെട്ട് അവനെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ സേവിപ്പി. ഇസ്രായേൽ മക്കൾ അന്യദേവന്മാരെ മുഴുവൻ ഉപേക്ഷിക്കേണ്ടതാണ്. അത് വളരെ കൃത്യമായിട്ട് യോശുവ അവരെ ഓർപ്പിക്കുന്നുണ്ട്. ഇസ്രായേൽ മക്കളുടെ പിതാക്കന്മാർ യൂഫ്രട്ടീസ് നദിക്ക് അക്കരെയും മിസ്രൈമിലും വെച്ച് ആരാധിച്ച ദേവന്മാരെ ഉപേക്ഷിക്കണം. മാത്രമല്ല, അവരിപ്പോൾ പാർക്കുന്ന കനാൻ ദേശത്തിലെ ജാതികളുടെ ദൈവങ്ങളെയും ആ അന്യദേവന്മാരെയും അവർ സേവിക്കരുത്, അവരെ ആരാധിക്കരുത്. അന്യദേവന്മാരെ സേവിക്കുകയോ യഹോവയെ സേവിക്കുകയോ ഏത് തീരുമാനം അവർ ഉടനെ എടുക്കേണ്ടതാണ് എന്ന് യോശുവ അവരെ ഓർപ്പിക്കുകയാണ്. യോശുവ അവരെ ശരിക്കും വെല്ലുവിളിക്കുകയായിരുന്നു. നിങ്ങളെന്ത് തീരുമാനിച്ചാലും എൻ്റെ തീരുമാനം, തൻ്റെ തീരുമാനം താൻ ഉറക്കെ പ്രഖ്യാപിച്ചു. അത് നമുക്ക് വളരെ പ്രസിദ്ധമായ വാക്യമാണ്. നമ്മുടെ ഭവനങ്ങളിലൊക്കെ നമ്മൾ തൂക്കിയിടുന്ന വാക്യമാണ്. യോശുവ പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങളെ യഹോവയെ സേവിക്കും. താൻ അതിൽ വളരെ ദൃഢതയുള്ളവരായിരുന്നു. അതിന് ഒരു മാറ്റവുമില്ലായിരുന്നു. ആ ദൃഢ തീരുമാനം ഉറക്കെ പറയാൻ തനിക്കൊരു മടിയും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ഏത് വിധത്തിൽ തിരിയുമോ എനിക്കറിഞ്ഞുകൂടാ, ഞാൻ എല്ലാ കാര്യവും നിങ്ങളോട് പറഞ്ഞു. ഇനി തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളെ ഇവിടുത്തെ അന്യദൈവങ്ങളെ സേവിച്ച് അതിൻ്റെ പിന്നാലെ പോകുമോ, അതോ നിങ്ങളെ ഇതുവരെ നടത്തി ഈ ദേശം നിങ്ങൾക്ക് അവകാശമാക്കി കൈവശമാക്കി തന്ന യഹോവയെ മാത്രം സേവിക്കുമോ? ഇന്ന് നിങ്ങൾ തീരുമാനിച്ചുകൊള്ളു. യോശുവയുടെ മാതൃകയെ പിന്തുടർന്ന് ജനവും ഏകസ്വരത്തിൽ മറുപടി പറഞ്ഞു. ആകയാൽ ഞങ്ങളും യഹോവയെ സേവിക്കും, അവനല്ലോ ഞങ്ങളുടെ ദൈവം. 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നാം അതാണ് കാണുന്നത്. യഹോവയെക്കുറിച്ച് വളരെ മമതയോടെ, വളരെ സ്നേഹത്തോടെ ആ ബന്ധത്തെയാണ് ഇസ്രായേൽ മക്കൾ മറുപടി പറഞ്ഞത്. ശരിക്കും യഹോവയെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളെ സേവിക്കാൻ ഇടയാകരുതേ എന്നുള്ള അപേക്ഷയും അവർ കഴിക്കുകയാണ്. യഹോവ തങ്ങൾക്ക് ചെയ്ത നന്മകളെ അവർ സംക്ഷേപിച്ച് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഞങ്ങളെയും ഞങ്ങളുടെ പിതാക്കന്മാരെയും മിസ്രൈം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചു, ഞങ്ങൾക്ക് വേണ്ടി വലിയ അടയാളങ്ങൾ പ്രവർത്തിച്ചു, എല്ലാ വഴികളിലും എല്ലാ ജാതികളുടെ ഇടയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു. ഈ കാര്യങ്ങളെല്ലാം അവരെടുത്ത് ഓർപ്പിക്കുകയാണ്. അമോര്യർ മുതലായ സകല ജാതികളെയും യഹോവ നീക്കിക്കളഞ്ഞു. വളരെ നന്ദിയോടുകൂടിയാണ് യഹോവ ചെയ്ത നന്മകളെ അവർ ഓർത്തത്, അത് അവരെടുത്ത് പറയുന്നത്. ഈ നന്മകളെല്ലാം ചെയ്ത യഹോവയെ ഉപേക്ഷിക്കുക എന്ന ചിന്ത പോലും അവരെ സംബന്ധിച്ചോളം ഇപ്പോൾ അരോചകമാണ്. അവർക്കത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. കാരണം അത്രയും കാര്യങ്ങൾ യഹോവ അവർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ അവരെ ഓർപ്പിച്ചു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യാക്കോബ് വിഗ്രഹങ്ങളെ ഉപേക്ഷിച്ച് ഈ ശേഖേമിൽ വെച്ചാണ്. നമുക്കതറിയാം.
അതുപോലെ തങ്ങളുടെ വിഗ്രഹങ്ങൾ ഇവിടെ നശിപ്പിക്കാൻ തക്കവണ്ണം ഇസ്രായേൽ മക്കളുടെ മാനസിക നില രൂപപ്പെട്ടോ എന്ന് യോശുവയ്ക്ക് ഇപ്പോഴും സംശയമാണ്. ഇതെല്ലാം പറഞ്ഞിട്ടും ഇപ്പോഴത്തെ അവരുടെ ഉത്സാഹത്തിൻ്റെ ആ ആവേശം യോശുവയ്ക്ക് വാസ്തവത്തിൽ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ്. അവന് ശരിക്കും ഒരു തൃപ്തി ആയിട്ടില്ല. നമുക്ക് ആ വാക്കുകൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. യോശുവ പിന്നീട് പറയുകയാണ്, നിങ്ങൾക്ക് യഹോവയെ സേവിപ്പാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് യഹോവയെ സേവിപ്പാൻ കഴിയുന്നതല്ല. എന്താ കാരണം? അവൻ പരിശുദ്ധ ദൈവം, ഈസ് എ ഹോളി ഗോഡ്. അതുമാത്രമല്ല, ഈസ് എ ജലസ് ഗോഡ്. അവൻ തീഷ്ണതയുള്ള ദൈവമാണ്. അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെയും പാപങ്ങളെയും ക്ഷമിക്കുകയില്ല. ഇപ്പോഴത്തെ അവരുടെ മാനസിക നിലയിൽ അവർക്ക് യഹോവയെ സേവിക്കാൻ കഴിയുകയില്ലെന്ന് യോശുവയ്ക്ക് നന്നായിട്ട് അറിയാം. കാരണം യോശുവയ്ക്ക് വ്യക്തമായിട്ട് അറിയാം അവരുടെ ജീവിതത്തിൽ ഇപ്പോഴും രഹസ്യപാപങ്ങൾ അല്ലെങ്കിൽ വിഗ്രഹങ്ങളുണ്ട്. യഹോവയെ സേവിക്കുന്നതിന് വേറെ തീരുമാനം മാത്രം പോരാ, ദൈവകൃപയുടെ സഹായവും ആവശ്യമാണ്. ആ കാര്യം നാം മറക്കരുത്. നമ്മളുടെ തീരുമാനത്തിൻ്റെ കൂടെ ദൈവകൃപ വ്യാപരിച്ചില്ലെങ്കിൽ നമുക്ക് വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, വിഗ്രഹങ്ങളിൽ നിന്നുള്ള പൂർണ്ണമായ മാനസാന്തരവും വേർപാടും വളരെ ആവശ്യമാണ്. പലപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള വിഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് പലപ്പോഴും നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പരാജയവും. അതുകൊണ്ടാണല്ലോ ദാവീദ് പറഞ്ഞത്, മറഞ്ഞിരിക്കുന്ന പാപങ്ങളെ പോക്കി എന്നെ ശുദ്ധീകരിക്കണം. സ്വമേധ പാപങ്ങൾ, മുറുകെ പറ്റുന്ന പാപങ്ങൾ, പല പാപങ്ങളും നമ്മൾ തന്നെ അറിയുന്നില്ല അത് പാപമാണെന്ന്. അത് വേറൊരു അപകടം നമുക്ക്. കാരണം ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്, നാം സേവിക്കുന്ന ദൈവം എത്രമാത്രം പരിശുദ്ധിയുള്ള ദൈവമാണെന്നും അവൻ എത്രമാത്രം തീഷ്ണതയുള്ള ദൈവമാണെന്നും അറിഞ്ഞാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകൾ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. ഈ യോശുവ പറയുന്ന ഇതേ ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിൻ്റെ സ്വഭാവത്തിന് യാതൊരു മാറ്റവുമില്ല. പ്രിയമുള്ളവരെ, വളരെ ഭയത്തോടെ ഞാൻ പറയട്ടെ, നാം ദൈവത്തെ എത്രമാത്രം ഭയപ്പെടുന്നുണ്ട്. ദ ഫിയർ ഓഫ് ഗോഡ്. ദൈവസേനയിലേക്ക് കടന്നു വരുമ്പോൾ നാം എത്രമാത്രം ഭയഭക്തിയോടെയാണ് കടന്നു വരുന്നത്. ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചും ദൈവത്തിൻ്റെ തീഷ്ണതയെക്കുറിച്ചുമുള്ള ബോധം നമ്മുടെ ഹൃദയത്തിൽ ഭരിക്കുന്നില്ലെങ്കിൽ ശരിയായ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ പോലും നമുക്ക് കഴിയില്ല. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ യഹോവ ഇസ്രായേൽ മക്കൾക്ക് ന്യായപ്രമാണം കൊടുക്കുമ്പോൾ കരുതിക്കുട്ടിയുള്ള പാപങ്ങൾക്ക് വേറെ ഒരു പരിഹാരമില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവനെ ഛേദിച്ച് കളയണം. 20-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം ഒന്ന് പെട്ടെന്ന് വായിച്ചു. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. ദൈവം, അതെ, യഹോവയെ സേവിക്കൽ കരുതിക്കുട്ടി ചെയ്യുന്ന പാപം. സംഖ്യാപുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിൽ നിന്ന് നമുക്ക് എടുത്തു പറയുന്നുണ്ട്. യഹോവ 15-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം, എന്നാൽ സ്വദേശികളിലോ പരദേശികളിലോ ആരെങ്കിലും കരുതിക്കൂട്ടിക്കൊണ്ട് ചെയ്താൽ അവൻ യഹോവയെ ദൂഷിക്കുന്നു. അവനെ അവന്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. യഹോവയെ ഉപേക്ഷിച്ച് ഈ വിഗ്രഹങ്ങളെ സേവിക്കുന്നത് വാസ്തവത്തിൽ കരുതിക്കൂട്ടി ചെയ്യുന്ന പാപമാണ്. നമുക്കറിയാം, ദൈവം വളരെ വ്യക്തമായിട്ട് നമുക്ക് തന്നിരിക്കുന്ന കൽപ്പനയാണ്. ദൈവം അത് ഒരിക്കലും ക്ഷമിക്കുകയില്ല. ന്യായപ്രമാണത്തിൽ അതിന് ക്ഷമയേ ഇല്ല. അതാണ് നാം ഇവിടെ വായിച്ചത്. സ്വദേശികളിലോ പരദേശികളിലോ ആരെങ്കിലും കരുതിക്കൂട്ടി പാപം ചെയ്താൽ അവൻ യഹോവയെ ദൂഷിക്കുന്നു. തീഷ്ണതയുള്ള ദൈവത്തെ, പരിശുദ്ധനായ ദൈവത്തെയാണ് ദൂഷിക്കുന്നത് എന്നുള്ള കാര്യം നാം മറക്കരുത്. അവനെ അവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ച് കളയണമെന്നാണ് ദൈവം പറയുന്നത്. അത്രമാത്രം ഗൗരവത്തോടു കൂടിയാണ് ദൈവം കരുതിക്കൂട്ടി ചെയ്യുന്ന പാപങ്ങളെ കാണുന്നത്. അറിയാതെ ചെയ്യുന്ന അതുങ്ങളെക്കുറിച്ച് ദൈവത്തിന് യാഗം കഴിക്കാം, അല്ലെങ്കിൽ ദൈവത്തിന് പരിഹാരമുണ്ട്. മാനസാന്തരപ്പെട്ട് അനുതാപത്തോടു കൂടെ കടന്നു വരാം. കഴിഞ്ഞ 22 സങ്കേത നഗരങ്ങളെക്കുറിച്ച് പഠിച്ചപ്പോഴും നമ്മൾ ആ കാര്യം കണ്ടതാണ്.
ഞങ്ങൾ യഹോവയെ തന്നെ സേവിക്കും എന്ന ദൃഢനിശ്ചയം ജനം വീണ്ടും ആവർത്തിച്ചു. യോശുവ മൂന്നാമതും ജനത്തോട് സംസാരിച്ചു. 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. യഹോവയെ സേവിക്കേണ്ടതിന് അവർ യഹോവയെ തിരഞ്ഞെടുത്തു എന്നതിന് അവർ തന്നെ സാക്ഷികൾ എന്ന് യോശുവ അവരോട് പറഞ്ഞു. ജനം ഉടനെ മറുപടി പറഞ്ഞു, അതെ, ഞങ്ങൾ തന്നെ സാക്ഷികൾ. നിങ്ങളുടെ ഇടയിലുള്ള അന്യദൈവങ്ങളെ നീക്കിക്കളഞ്ഞ് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയിലേക്ക് നിങ്ങളുടെ ഹൃദയം ചായ്പിൻ എന്ന് യോശുവ അവരെ ഉപദേശിച്ചു. യഹോവയെ തന്നെ സേവിക്കുമെന്ന് അവർ അധരം കൊണ്ട് സത്യം ചെയ്തു. ഈ സത്യം ആത്മാർത്ഥമാണോ എന്ന് അവർ തങ്ങളുടെ പ്രവൃത്തി കൊണ്ടാണ് തെളിയിക്കേണ്ടത്. ബൈ ദെയർ ആക്ഷൻ. അത് അവർ തുറന്നുള്ള ജീവിതങ്ങൾ കാണിക്കേണ്ടതാണ്. ഇസ്രായേലിൽ പലരും രഹസ്യമായി വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരാണെന്ന് യോശുവയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് യോശുവയ്ക്ക് ഇത്രയും ഭയം, അവരെക്കുറിച്ചുള്ള ഭാരം. അതുകൊണ്ട് അവരുടെ ഇടയിലുള്ള അന്യദൈവങ്ങളെ മാറ്റിയ ശേഷം യഹോവയെങ്കിലേക്ക് ഹൃദയം തിരിക്കുവാൻ യോശുവ അവരോട് ആവശ്യപ്പെട്ടു. ഒട്ടും സംശയം ശേഷിപ്പിക്കാതെ ജനം ഏകസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ ദൈവമായ യഹോവയെ ഞങ്ങൾ സേവിക്കും, അവൻ്റെ വാക്ക് ഞങ്ങൾ അനുസരിക്കും. വളരെ വ്യക്തിയോടെ അവരെടുത്ത് പറയുക. സത്യദൈവാരാധനയും വിഗ്രഹാരാധനയും തമ്മിൽ ഒരിക്കലും കൂട്ടിക്കലർത്തുവാൻ പാടില്ല. സത്യദൈവത്തെ ആരാധിക്കണമോ അന്യദൈവങ്ങളെ ആരാധിക്കണമോ എന്ന തീരുമാനം ഓരോ തലമുറയിലും എടുക്കേണ്ടതാണ്. അതിൻ്റെ വ്യക്തിപരമായ ഉത്തരവാദിത്വം ഞാനാണ്, എൻ്റെ തലമുറയിൽ, നിങ്ങളെ ഓരോരുത്തരുമാണ്. നമ്മൾ വ്യക്തിപരമായി എടുക്കുന്ന തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിജയം. ജനത്തിൻ്റെ വാക്ക് കേട്ട ശേഷം യോശുവ ഉടമ്പടി പുതുക്കി. അവരുടെ സത്യം യോശുവ ദൈവത്തിൻ്റെ ന്യായപ്രമാണാസൂത്രത്തിൽ എഴുതി. നാം തുടർന്ന് അത് വായിക്കുന്നുണ്ട്. ഈ ഉടമ്പടി നിയമപ്പെട്ടകത്തിൻ്റെ അടുക്കൽ വെച്ചു. മോശയും ആവർത്തന പുസ്തകത്തിൽ നമുക്കത് കാണുന്നുണ്ട്. മോശയുടെ ജീവിതാന്ത്യത്തിലും അവരെ ഈ കാര്യങ്ങൾ ഓർപ്പിച്ച് അവരെ ഉടമ്പടി നിയമങ്ങൾ എഴുതി അവിടെ ന്യായപ്രമാണ നിയമപ്പെട്ടകത്തിൻ്റെ സമീപത്ത് വെച്ച കാര്യം നാം കാണും. ഈ ഉടമ്പടിയുടെ നിയമങ്ങൾ യോശുവ ഒരു വലിയ കല്ലിലെഴുതി. അത് വിശുദ്ധ മന്ദിരത്തിനരികെയുള്ള കരുവേലകത്തിന് കീഴെ നാട്ടി. ഇതാ ഈ കല്ല് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ. യോശുവ പറയുകയാണ്, യഹോവ കൽപ്പിച്ച വചനങ്ങളെല്ലാം ഈ കല്ല് കേട്ടിരിക്കുകയാണ്. ഇസ്രായേൽ മക്കൾ യഹോവയെ നിഷേധിക്കാതിരിക്കുകയാണ്. ഈ കല്ല് സാക്ഷിയാണ്. ഈ ഉടമ്പടി പുതുക്കലോടുകൂടെ യോശുവയുടെ വാസ്തവത്തിലെ ദൗത്യം അല്ലെങ്കിൽ പരസ്യപ്രവർത്തനങ്ങൾ അവസാനിച്ചതായിട്ട് തന്നെ നമുക്ക് കാണാം. ദൈവമായ യഹോവയെ മാത്രം ഭയപ്പെട്ട് അവനെ മാത്രം പിന്തുടരുമെന്ന് ഇസ്രായേൽ മക്കൾ സത്യം ചെയ്തു. ആ ഉടമ്പടിയുടെ സ്മരണകളോടുമായിട്ടാണ് അവരുടെ അവകാശങ്ങളിലേക്ക് ഇസ്രായേൽ ജനത്തെ യോശുവ അയക്കുന്നത്. നാം ഈ യോശുവയുടെ പുസ്തകം പഠിക്കുമ്പോൾ അനേക സ്മാരകങ്ങൾ നാം കാണുകയുണ്ടായി. അനേക കല്ലുകൾ നാട്ടിയതായിട്ട് നാം പഠിച്ചു ആദ്യം മുതൽ. അത് നല്ലൊരു പഠനമാണ് വാസ്തവത്തിൽ. യോർദാൻ്റെ നടുവിൽ ആദ്യം നാം കണ്ടത് യോശുവയുടെ പുസ്തകം 4-ാം അധ്യായത്തിലാണ്. അവർ യോർദാൻ്റെ നടുവിൽ നിയമപ്പെട്ടകം ചുവന്ന പുരോഹിതന്മാരുടെ കാൽ നിന്ന സ്ഥലത്ത് അവർ കല്ലുകൾ നാട്ടി. 4-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. പിന്നീട് യോർദാനിൽ നിന്ന് കല്ലുകൾ പിറക്കി അവർ യോർദാനിൽ നിന്ന് എടുത്ത യോശുവ ആ കല്ലുകളെടുത്ത് ഗിൽഗാലിൽ സ്ഥാപിച്ചു. അത് 4-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. മൂന്നാമത് ആഖോർ താഴ്വരയിൽ ആഖാൻ്റെ മേൽ കൂട്ടിയ കൽക്കുന്ന, അതവർക്ക് വലിയ ഭയനിർദ്ദേശം നൽകുന്ന കൽക്കുന്നായിരുന്നു. 4-ാമത് ഹായി രാജാവിൻ്റെ മേൽ കൂട്ടിയ വലിയ കൽക്കുന്ന്. 8-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നു. പിന്നെ ഏബാൽ പർവ്വതത്തിൽ കല്ലുകൊണ്ട് നിർമ്മിച്ച യാഗപീഠം, അത് നാം 8-ാം അധ്യായം പഠിച്ചപ്പോൾ പഠിച്ചതാണ്. ന്യായപ്രമാണം എഴുതി ഏബാൽ പർവ്വതത്തിൽ അവിടെ നിർത്തിയ കല്ലുകളും വലിയ ഓർമ്മസ്തംഭമാണ്. പിന്നീട് ആ 5 രാജാക്കന്മാരെ വധിച്ച സ്ഥലത്ത് ആ ഗുഹയുടെ തീരത്ത് മക്കേദ ഗുഹയുടെ ദ്വാരത്തിൽ ഉരുട്ടി വെച്ച വലിയ കല്ല്, 10-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ ആ കല്ലും വലിയ ഓർമ്മസ്തംഭമായിട്ട് അവരെ നിർത്തി. പിന്നീട് കഴിഞ്ഞ ആഴ്ച നാം പഠിച്ചപ്പോൾ ആ 2 ഗോത്രങ്ങൾ യോർദാൻ്റെ പടിഞ്ഞാറ് നിർമ്മിച്ച വലിയ ഉയരം കൂടിയ യാഗപീഠത്തിൻ്റെ കല്ല് ഇപ്പോൾ വിശുദ്ധ മന്ദിരത്തിനരികെയുള്ള കരുവേലത്തിന് കഴിയെ നാട്ടിയ സാക്ഷ്യ കല്ല്, ഉടമ്പടിയുടെ കല്ല്. വലിയ ഒരു ദൗത്യമാണ് യോശുവ അവസാനിപ്പിച്ചത്. നാം തുടർന്ന് എത്ര വർഷം അല്ലെങ്കിൽ പിന്നീട് താൻ
പോയിട്ട് തൻ്റെ മരണം എപ്പോഴാണ് നടന്നതെന്ന് നാം അവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. പിന്നീട് നാം വായിക്കുന്നത് 29 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. അതിനുശേഷം യഹോവയുടെ ദാസനായ നൂൻ്റെ മകനായ യോശുവ 110 വയസ്സുള്ളവനായി മരിച്ചു. അവനെ എഫ്രൈം പർവ്വതത്തിലുള്ള തിമ്നത്ത് സേരഹിൽ ഗായഷ് മലയുടെ വടക്കേ വശത്ത് അവൻ്റെ അവകാശ ഭൂമിയിൽ അടക്കം ചെയ്തു. നൂറ്റിപ്പത്ത് വയസ്സുള്ളവനായിട്ട് മരിച്ച വേറെ ആരെങ്കിലും ഓർമ്മയുണ്ടോ? യോസേപ്പ്. യെസ്. യോശുവ എഫ്രൈം ഗോത്രക്കാരനാണ്, നമുക്കറിയാം. എഫ്രൈം ഗോത്രത്തിൻ്റെ പിതാമഹനായിരുന്നു യോസേപ്പ്. യോസേപ്പ് 110 വയസ്സുള്ളവനാണ് മരിച്ചത്. യോശുവയ്ക്ക് ഒടുവിൽ നൽകിയിരിക്കുന്ന ബഹുമതി നമ്മളവിടെ വായിക്കുന്നത് 29-ാം വാക്യം. അതിൻ്റെ ശേഷം യഹോവയുടെ ദാസനായ നൂൻ്റെ മകനായ യോശുവ. യോശുവയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ പദവിയായിട്ടാണ് ഞാനത് കാണുന്നത്. മോശയെക്കുറിച്ചും അത് തന്നെയാണ് പറയുന്നത്, യഹോവയുടെ ദാസനായ യോശുവ. അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒന്ന് യോശുവ ആഗ്രഹിച്ചുമില്ല. മരണസമയത്ത് യഹോവയുടെ ദാസൻ എന്ന പദവി മോശയെക്കുറിച്ചും നാം വായിക്കുന്നുണ്ട്. ആവർത്തന പുസ്തകം 34-ാം അധ്യായത്തിൽ യോശുവയെ അവൻ എഫ്രൈം പർവ്വതത്തിലുള്ള തിമ്നത്ത് സെരാഹിൽ ഗാലത്ത് മലയുടെ വടക്ക് വശത്ത് അവൻ്റെ അവകാശ ഭൂമിയിൽ അടക്കം ചെയ്തു. മുപ്പത്തിരണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നത് യോസേപ്പിൻ്റെ അസ്ഥികളുടെ അടക്കമാണ്. 3 അടക്കങ്ങളെക്കുറിച്ച് ഈ അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. അവസാന ഭാഗത്ത് 2 മരണങ്ങളും 3 അടക്കങ്ങളും. ഈ വാക്യത്തിൽ യോസേപ്പിൻ്റെ അസ്ഥികളുടെ അടക്കമാണ് വിവരിക്കുന്നത്. യോശുവയുടെ മരണം വരെയുള്ള വൃത്താന്തം പൂർത്തിയാക്കിയ ശേഷമാണ് യോസേപ്പിൻ്റെ അസ്ഥികളെക്കുറിച്ച് വിവരിക്കുന്നത്. യഹോവ ഇസ്രായേൽ മക്കളെയും ഇസ്രായേലിൽ നിന്ന് അബ്രാഹാമിനോടും ഇസാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോകും എന്ന് യോസേപ്പിന് നല്ല ഉറപ്പുണ്ടായിരുന്നു. ആ വിശ്വാസത്താലാണ് യോസേപ്പ് മരിച്ചത്. ദൈവം ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് വീണ്ടെടുത്ത് കനാനിൽ കൊണ്ടുപോകുമ്പോൾ തൻ്റെ അസ്ഥികളെയും മിസ്രൈമിൽ നിന്ന് കൊണ്ടുപോകണമെന്ന് യോസേപ്പ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചിരുന്നു. അതനുസരിച്ച് അവർ യോസേപ്പിനെ സുഗന്ധവർഗമിട്ട് ഒരു ശവപ്പെട്ടിയിൽ സൂക്ഷിച്ചു. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിൽ അത് വായിക്കുന്നുണ്ട്. 400ഓളം വർഷം യോസേപ്പിൻ്റെ അസ്ഥികളെ അവർ സൂക്ഷിച്ചു. യോസേപ്പിൻ്റെ അപേക്ഷ അറിഞ്ഞിരുന്ന മോശ പുറപ്പാടിൻ്റെ സമയത്ത് യോസേപ്പിൻ്റെ അസ്ഥികളും എടുത്തു, അതും കൊണ്ടുവന്നു. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ നാം അത് വായിക്കണം. മരുഭൂമി പ്രയാണത്തിൻ്റെ അവസ്ഥയിലൊക്കെയും കനാൻ ആക്രമണത്തിൻ്റെ ദീർഘവർഷങ്ങളിൽ മിസ്രൈമിൽ വെച്ച് സുഗന്ധവർഗം ഇട്ടിരുന്ന യോസേപ്പിൻ്റെ അവശിഷ്ടങ്ങളെ വാസ്തവത്തിൽ ഇസ്രായേൽ മക്കൾ വഹിക്കുകയായിരുന്നു. യോസേപ്പിനോട് കൊടുത്ത വാക്ക് അവർ പാലിച്ചു. യാക്കോബ് ശേഖേമിൽ ഹാമാരിൻ്റെ മക്കളോട് 100 വെള്ളിക്കാശിന് വാങ്ങിയിരുന്ന നിലത്ത് അവർ യോസേപ്പിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങളെ നിക്ഷേപിച്ചു. ഇപ്പോൾ ദേശവിഭജനമൊക്കെ കഴിഞ്ഞുവെന്ന് നമുക്കറിയാം. ശേഖേമിലെ നിലം യോസേപ്പിൻ്റെ സന്തതിക്ക് അവകാശമായി കിട്ടിയ ദേശമായിരുന്നു. അതുകൊണ്ട് യോസേപ്പിൻ്റെ ജീവിതവുമായി അഭേദ്യ ബന്ധം ശേഖേമിനും ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അതുകൊണ്ട് യോസേപ്പിൻ്റെ അസ്ഥികളെ അടക്കുന്നത് തികച്ചും ശേഖേമിൽ തന്നെ ആയിരിക്കുന്നത് വളരെ അർത്ഥവത്തമാണ്, അനുയോജ്യമായ സ്ഥലം തന്നെയാണ്. ഈ സ്ഥലം യാക്കോബ് വാങ്ങിയെന്ന് മാത്രമല്ല, തൻ്റെ സന്തതികൾക്ക് വേണ്ടി ആ സ്ഥലത്ത് ഒരു യാഗപീഠം പണിത് യാക്കോബ് അതിനെ വിശുദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. അവസാനമായി ഇസ്രയേലിൻ്റെ ഒന്നാമത്തെ മഹാപുരോഹിതനായ അഹരോൻ്റെ പുത്രനും പിൻഗാമിയുമാണ് എലയാസറിൻ്റെ മരണവും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 33-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് അഹരോൻ്റെ മകൻ എലയാസറും മരിച്ചു. അവനെ അവൻ്റെ മകനായ ഫീനഹാസ് എഫ്രൈം പർവ്വതത്തിൽ കൊടുത്തിരുന്ന കുന്നിൽ അടക്കം ചെയ്തു. എലയാസറിൻ്റെ മരണത്തോടുകൂടെ യോശുവയുടെ കാലം സമാപ്തിയിലേക്ക് വരികയാണ്. എലയാസറിന് വലിയൊരു പങ്കുണ്ടായിരുന്നു ഈ യോശുവയുടെ ജീവിതത്തിൽ. നമുക്കറിയാം, ദേശവിഭജനത്തിലും യോശുവയോട് സഹകരിച്ച് എല്ലാ കാര്യത്തിനും ഒപ്പം ഉണ്ടായിരുന്ന
മഹാപുരോഹിതനായിരുന്നു എലയാസർ. ഈ കാലം അത്രയും സമാഗമന കൂടാരത്തിലെ ശുശ്രൂഷ മുഴുവനും ക്രമീകരിക്കുവാനും എലയാസറിന് സാധിച്ചത് വലിയൊരു ഭാഗ്യം തന്നെയായിരുന്നു. എഫ്രയീം പർവ്വതത്തിൽ ഫീനഹാസിന് അവകാശമായി കൊടുത്തിരുന്ന കുന്നിലാണ് എലയാസറിനെ അടക്കിയത്. യോശുവയുടെ സമകാലികനായ മഹാപുരോഹിതൻ എലയാസറിൻ്റെ മരണത്തോടു കൂടിയാണ് യോശുവയുടെ കാലം സമാപിക്കുന്നത്. സെപ്റ്റ്വജന്റ് വെർഷനിൽ ആ ഭാഗത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ആ സമയത്ത് ഇസ്രായേൽ മക്കൾ യഹോവയുടെ പെട്ടകം തങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്നു. ഫീനഹാസ് തൻ്റെ പിതാവായ എലയാസറിന് പകരം മഹാപുരോഹിതനായി തീർന്നു. അവൻ മരിച്ചപ്പോൾ അവനെ അവൻ്റെ അവകാശ ഭൂമിയായ ഗാബേരിൽ അടക്കം ചെയ്തു. ഇസ്രായേൽ മക്കൾ താന്താൻ്റെ പട്ടണങ്ങളിലേക്കും ഭവനങ്ങളിലേക്കും മടങ്ങിപ്പോയി. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ ചുറ്റും പാർക്കുന്ന ജാതികളുടെ ദേവന്മാരായ അസ്തരോത്തിനെയും അശേരയെയും നമസ്കരിക്കാൻ തുടങ്ങിയപ്പോൾ യഹോവ അവരെ മോവാബ് രാജാവിൻ്റെ എഗ്ലോവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാണ് ഈ ഭാഗം അവസാനിപ്പിക്കുന്നത്. അവൻ 18 സംവത്സരം അവരുടെ ആധിപത്യം പുലർത്തി. വിശ്വാസത്യാഗത്തെക്കുറിച്ചുള്ള വിവരണം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് പിന്നീട് കാണാനായിട്ട് കഴിയും. യോശുവയുടെ മരണത്തെക്കുറിച്ച് ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവരവിടെ അടക്കിയപ്പോൾ മിസ്രൈമിൽ നിന്ന് പോരുന്ന സമയത്ത് അവർ ഇസ്രായേൽ മക്കളെ പരിച്ഛേദന ചെയ്ത കൽക്കത്തിയും കൂടി യോശുവയുടെ ശരീരത്തിൻ്റെ കൂടെ അടക്കിയെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പല കാര്യങ്ങളും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ യോശുവയുടെ അവസാന ഭാഗം അല്ലെങ്കിൽ യോശുവയുടെ പുസ്തകം അവസാനിക്കുന്നത് ഈ 3 വലിയ മനുഷ്യരുടെ അടക്കത്തോടു കൂടിയാണ്. അത് ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രാധാന്യമർഹിക്കുന്ന കാര്യമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്ത ദേശം, യോശുവ അവർക്ക് താൽക്കാലികമായ സ്വസ്ഥത വരുത്തി. എന്നാൽ വാസ്തവ സ്വസ്ഥതയെക്കുറിച്ച് നമുക്ക് എബ്രായ ലേഖനത്തിൽ വരുമ്പോൾ നമുക്കത് കാണാനായിട്ട് കഴിയും. എന്നാൽ ഇസ്രായേൽ മക്കൾ നേടിയ വിജയത്തെ പോലെ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ദൈവം ചെയ്ത യുദ്ധത്തെ നയിച്ച യോശുവ മോശയ്ക്ക് കഴിയാഞ്ഞിരുന്നത് സാധിപ്പിച്ചെടുത്തത് യോശുവയായിരുന്നു. നമുക്കറിയാം, മോശയ്ക്ക് അവരെ യോർദാൻ നദി തീരം വരെ എത്തിക്കാൻ കഴിഞ്ഞുള്ളൂ. ന്യായപ്രമാണത്തിൻ്റെ വ്യക്തമായിരുന്നല്ലോ മോശ. എന്നാൽ യോശുവയായിരുന്നു അവരെ കനാനിലേക്ക്, സ്വസ്ഥതയിലേക്ക് പ്രവേശിപ്പിച്ചത്. നമ്മുടെ യോശുവ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മളെ വാസ്തവത്തിൽ അനുഗ്രഹദേശത്തേക്ക് കൊണ്ടുവന്നുള്ള സത്യം യോശുവയുടെ പഠനത്തിൽ കൂടെ നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. അടുത്ത ആഴ്ച ദൈവാനുവദിക്കുമെങ്കിൽ യോശുവ എന്ന വ്യക്തിയെക്കുറിച്ച് ആ ക്യാരക്ടർ സ്റ്റഡിയും കൂടി നടത്തിയിട്ട് ഈ പുസ്തകത്തിൻ്റെ പഠനം അവസാനിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളോട് ചെയ്ത അനുഗ്രഹങ്ങളെയും നന്മകളെയും ഓർക്കുമ്പോൾ നാം എത്രമാത്രം വിശ്വസ്തയോടുകൂടെ ഈ കർത്താവിനെ സേവിക്കണമെന്നുള്ള വലിയ മുന്നറിയിപ്പ്, താക്കീതുമാണ് ഈ അധ്യായങ്ങളിലൂടെ, സന്ദേശങ്ങളിലൂടെ യോശുവ നമുക്ക് നൽകുന്നത്. ഇസ്രായേൽ മക്കളത് അവനോട് വാക്ക് കൊടുത്തു. യോശുവയുടെ കാലത്തൊക്കെയും അല്ലെങ്കിൽ അത് കഴിഞ്ഞ് യോശുവ ചെയ്ത പ്രവൃത്തികളൊക്കെയും കണ്ട ആൾക്കാരുടെ കാലം വരെയും അവർ ദൈവത്തെ മുറുകെ പിടിച്ചു എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. തുറന്നുള്ള അവരുടെ ജീവിതം എന്തായി തീർന്നു എന്നുള്ള വലിയ ഭയനിർദ്ദേശം നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുകയാണ് അടുത്ത പുസ്തകം. പ്രിയമുള്ളവരെ, ഈ വചനം നാം പഠിക്കുമ്പോൾ നാം എത്ര ഭയഭക്തിയോടുകൂടെ, നമ്മുടെ ദൈവം പരിശുദ്ധനായ ദൈവമാണ്, തീഷ്ണതയുള്ള ആ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ കൃപകളെയും അവൻ്റെ കരുണയെയും കൃപയെയും മാത്രം പ്രാധാന്യം കൊടുത്ത് നമ്മൾ പലപ്പോഴും നമ്മുടെ ദൈവം ക്ഷമിക്കുന്ന ദൈവമാണ്, ദൈവം നമ്മളോട് കരുണയുള്ള ദൈവമാണ്. ശരിയാണ്, പൂർണ്ണമായും സമ്മതിക്കുന്നു. അതേ ദൈവം മഹാപരിശുദ്ധനും തീഷ്ണതയുമുള്ള ദൈവമാണ്, പാപങ്ങൾക്ക് തക്ക ശിക്ഷ നൽകുന്ന ദൈവമാണ്. അവനൊരിക്കലും നമ്മളെ വെറുതെ വിടുകയില്ല. ദൈവം തന്നെ സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കും. ആ ശിക്ഷയിൽ കൂടെ തന്നെ നടത്തിയിട്ട് അവരെ പിടിച്ചു കൊണ്ടുവരും. എന്നാൽ എൻ്റെ ഉടമ്പടി നിയമം ഞാൻ അവരോട് മാറ്റുകയില്ല, അവരോടുള്ള നിയമം അവർ മാറ്റുകയില്ല. ഇന്നും ഇസ്രായേൽ മക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് നമുക്കറിയാം. എന്നാൽ ദൈവത്തിൻ്റെ ദയ അവരെ വീണ്ടും മടക്കിക്കൊണ്ടുവരുമെന്നുള്ള വലിയ സത്യം നാം മറക്കരുത്. നമ്മളെ തന്നെ ദൈവസേനയിൽ താഴ്ത്താം. ഈ ദൈവം തന്നെയാണ് നമ്മുടെ ദൈവം, ഏക സത്യദൈവമായ യഹോവ. അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ കൂടെ നമ്മളോട് ചൊരിഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപ,
എന്നാൽ ആ ദൈവത്തിന് മാറ്റമില്ല. ആ വിശുദ്ധനായ ദൈവമാണ് നമ്മളെ വിശുദ്ധീകരിച്ചിരിക്കുന്നത്. ആ വിശുദ്ധീകരണ പ്രക്രിയ നമ്മുടെ മരണം വരെയും നാം തുടരേണ്ടത് നമ്മുടെ കടമയാണ്. നാം എത്രമാത്രം അതിൽ ദൃഢ തീരുമാനം എടുക്കുന്നുവോ അതനുസരിച്ച് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആ ഭയഭക്തിയോടുകൂടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ അവൻ്റെ വിലയേറിയ നാമം മഹത്വപ്പെടട്ടെ.